ഈ ക്രാഷ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ക്രാഷ് സംഭവിക്കുമ്പോൾ അതിന്റെ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മോട്ടോ ജിപിയിൽ വരുന്ന ഏതൊരു ക്രാഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്രാഷിന്റെ ഡാറ്റയൊക്കെ എപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രാഷ് ഡാറ്റ എന്ന് പറഞ്ഞത്. അതുപോലുള്ള 1000 ക്രാഷ് ഡാറ്റ എടുത്തിട്ടാണ് ഒരു എയർ ബാഗ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാക്കിൽ 1000 ക്രാഷ് ഡാറ്റ എടുത്തിട്ടാണ് ഈ ഒരു എയർ ബാഗിനെ, ഒരു റൈഡറിനെ സേഫ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നീ എടുക്കുക. റോഡ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് എത്ര ടെസ്റ്റ് നടത്തിയാലും, എത്ര തരത്തിലുള്ള ക്രാഷ് ടെസ്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള സേഫ്റ്റി എക്യുപ്മെന്റും കാര്യങ്ങളും നമുക്ക് കൊടുത്താലും അതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ് എടുക്കുന്ന സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് അറിയാം, ദ റോഡ് ഈസ് നോട്ട് യുവർ റേസ് ട്രാക്ക് എന്ന് പറയുന്നത്. കാരണം റേസ് ട്രാക്ക് എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ ആണ്, റോഡ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ ആ ഒരു പാരാമീറ്ററിലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ ടെസ്റ്റ് ചെയ്യാത്ത ഒരു ഇമ്പാക്ട് വന്നാൽ നമുക്കത് ഒരിക്കലും 100% സക്സസ്ഫുൾ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അത് വിചാരിച്ച് ലോകത്തിലുള്ള എല്ലാ കാറും സേഫ്റ്റി ഇല്ലാത്ത കാർ എന്നല്ല ഞാൻ പറയുന്നത്. പ്രിഡിക്റ്റബിൾ അല്ലാത്ത അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്രാഷ് ഇമ്പാക്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ അതുപോലെയാണ് ഈ വോൾവോന്റെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്.